ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് നമ്മുടെ ഹിറ്റാച്ചി നമ്മുടെ എക്സ്കാവേറ്റർ നമ്മുടെ ഡംപ് ട്രക്കൊക്കെ ഇരിക്കുന്നു. നമ്മുടെ 2 എക്സ്കാവേറ്റർ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം ചാർജ് തീർന്നു പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വണ്ടികളുടെ റിമോട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ, ഇത് നമ്മുടെ ഡംപ് ട്രക്കിൻ്റെ, ഇത് നമ്മുടെ ഹൈഡ്രോളിക് എക്സ്കാവേറ്ററിൻ്റെ. ഓക്കെ, നമ്മുടെ ഡംപ് ട്രക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നമുക്കിനി കുറച്ച് മണ്ണൊക്കെ വാരിയിടണം, ഇതിൻ്റെ പുറത്തോട്ട് ഇടണം, എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഡമ്മൊക്കെ ചെയ്ത് കളയണം. ഗൈസ്, അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം നമ്മൾ പാൻറ്റൊക്കെ പൊക്കി വെച്ച് ഇവിടെ നിൽക്കുക ഒരു പണിക്കാരനായിട്ട്. നമുക്കപ്പോൾ ഇവനെ കൊണ്ട് കുറച്ച് മണ്ണൊന്ന് വാരി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഹൈഡ്രോളിക് വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. ഓക്കെ, ഗൈസ് ആ പവർ കണ്ടോ, പവറുണ്ട് കേട്ടോ. അത്രയും കട്ട മണ്ണ്, കാരണം ഇലക്ട്രിക്കൽ തന്നെ ഏറ്റവും ഈ ബ്രാൻഡിൻ്റെ ടോപ്പ് സാധനമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. മൂഡ് ഗൈസ് പൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ 2 എക്സ്കാവേറ്ററും സെറ്റാണ്, നമ്മുടെ ഹൈഡ്രോളിക്കും സെറ്റാണ്. യെസ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡംപ് ട്രക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഗൈസ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റിവേഴ്സ് അടിച്ചിടണം, നമുക്ക് ഈ മണ്ണൊക്കെ വാരി ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു പാത്തിലായിട്ട് ഇടാം. യെസ് ഗൈസ്, അപ്പോൾ റിവേഴ്സ് അടിക്കുകയാണ് നമ്മുടെ ട്രക്ക്. യെസ്, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈഡ്രോളിക് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മണ്ണ് വാരിയിടാം. അവിടെ നിന്ന് മണ്ണ് പൊക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഗൈസ് പൊളി. ഫസ്റ്റ് ഇടലാട്ടോ, അങ്ങോട്ട് എത്തിയിട്ടില്ല. ഫസ്റ്റ് ഇടൽ തന്നെ മര്യാദക്ക് ഇടാം. നമ്മളിത് പഠിച്ചു വരുന്നില്ലുള്ളൂ ഗൈസ്. മോനെ ഫസ്റ്റ് ഞാൻ കുറച്ചും കൂടി അങ്ങ് മാറി എടുക്കാം. ഇതായിരുന്നൊരു കട്ട കുറച്ചധികം മണ്ണെടുക്കുന്നുണ്ട്. ഗൈസ് മൂഡ്. ഗൈസ്, നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. മൂട് കേട്ടോ. ഒരു കസേരയും കൂടി ഉണ്ടായിരുന്നു, ഈ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തൽക്കാലം നമുക്ക് ഈ മെറ്റലിൻ്റെ അവിടെ ഇരിക്കാം. കുറച്ച് ഇപ്പുറത്തും കുറച്ച് മണ്ണ് വാരിയിടാം. ഗൈസ്, അത്യാവശ്യം മണ്ണായിട്ടോ, കുറച്ചിട്ടപ്പോൾ തന്നെ അത്യാവശ്യം മണ്ണായിട്ടുണ്ട്. കണ്ടോ, ഇവൻ ചിലപ്പോൾ അങ്ങോട്ട് ഉരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവനൊന്ന് നമ്മുടെ റിയൽ ഹിറ്റാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ചൊന്ന് നീക്കാം. ഇതുണ്ടോ, ഗൈസ് കുറച്ച് ബാക്കോട്ട് അങ്ങ് നീക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മണ്ണെടുക്കാം. നമുക്ക് ഫാസ്റ്റായിട്ട് പരിപാടി തീർക്കാം. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നിറയാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ട്രക്ക് ഇതൊക്കെ ചുമന്ന് പോകുമെന്ന് നോക്കണം, അത് പൊക്കി ലോഡ് അൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഇനി നമുക്ക് ഇവനൊന്ന് കുറച്ചൊന്ന് നിരപ്പാക്കാം. അവിടെ കുറച്ച് മണ്ണും കൂടി ഉണ്ട്, അതും കൂടി എടുക്കാം. യോ ഗൈസ്,
വൻ മൂഡ്. കാരണം വെയിലൊന്നും അധികമില്ലാത്ത കാരണം കുറച്ച് സമാധാനമുണ്ട്. ചിത്രം മതിയാവും തോന്നുന്നു. ഗൈസ് ഇത്ര മതിയാവും. കാരണം ഇപ്പം തന്നെ അത്യാവശ്യം ഉണ്ടോ നമ്മൾ ലെവലാക്കാൻ പറ്റുമോ നോക്കാം നമ്മളെ കൊണ്ട്. കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. ഗൈസ് ഇത്ര മതി. ഇനി നമുക്ക് നമ്മുടെ ഇവനങ്ങ് ഒതുക്കി വെക്കാം. അവിടെ ഇരിക്കട്ടെ. മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. നമുക്കിത് അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി റിവേഴ്സ് ചെയ്ത് നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും നോക്കാം. നൈസ്. ഇതൊക്കെ സിമ്പിളാട്ടോ. ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് നമ്മുടെ ട്രക്ക് വലിക്കും. നോ ഇഷ്യൂസ്. മൂട് കുറച്ച് സ്പീഡ് കൂടിപ്പോയി. ഇനി നമുക്ക് ഇവിടെ റിവേഴ്സ് ഇടാം. നമുക്കത് ഈ ഒരു പൊസിഷനിലായിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് മണൽ തട്ടാൻ പറ്റും നോക്കാം. ഗൈസ് ഒരു ടയറങ്ങ് കറങ്ങുന്നില്ല കേട്ടോ, സ്റ്റക്കായിട്ടിരിക്കുക. എന്താണാവോ? യെസ് ഗൈസ്, ഇത് ഈ ഒരു ടയർ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റായി. അവിടെ എന്തോ സ്റ്റക്കായതാണ്. ഓക്കെ, ഇതേ അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ മണ്ണ് അൺലോഡ് ചെയ്യാൻ പറ്റണം. ഇതേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബട്ടൺ. നോക്കി കേട്ടോ ഗൈസ്, ആ വെയിറ്റ് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. സാധനം പൊങ്ങുന്നുണ്ട്. മണലിതേ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഗൈസ് നമ്മുടെ മണൽ ഇതിവിടെ വീഴാൻ പോവാണ്. ശരിക്കും ആക്ച്വലി നമ്മുടെ ഡംപ് ട്രക്ക് ഇതല്ല, വേറൊരു സാധനമുണ്ട്. അത് നമ്മൾ എന്തായാലും എടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മിലിറ്ററിയുടെ ഡംപ് ട്രക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയും പൊങ്ങോട്ടോ, ഇനിയും കുറച്ചും കൂടി ഇനി പൊങ്ങി വരും. അപ്പോഴത്തേക്കും നമ്മുടെ മണ്ണ് താഴത്തോട്ട് വന്നോളും. ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ഇത് തങ്ങി വെക്കുന്ന കാരണം കമോൺ വരൂ. പക്ഷേ ഇത്രയായിട്ട് പൊങ്ങുന്നുള്ളൂ. ഇതുണ്ടോ, നമ്മൾ ചാടിച്ച് കൊടുക്കണം എന്ന് തോന്നുന്നു. കാരണം നനഞ്ഞ മണ്ണ് അതിൻ്റെ അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. ഗൈസ് അങ്ങനെ ഇവിടുത്തെ ആ മണ്ണ് നമ്മൾ ഇവിടെ അൺലോഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. സക്സസ്ഫുള്ളി മിഷൻ പാസ്ഡ്. ഇനി നമുക്ക് നമ്മുടെ ട്രക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം. ഗൈസ് ആ ടയർ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ആ ടയർ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഗൈസ് ഇവിടെ കുറച്ച് മണലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം. നനഞ്ഞിരിക്കുന്ന മണ്ണതുണ്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക. എൻ്റെ അമ്മോ ഗൈസ്, ഇത് കണ്ടോ, ഈ വീല് ടേണായി നിൽക്കുന്നുണ്ടോ? ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. ട്രക്കിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു ട്രക്കിന് ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ കേബിൾ വെച്ചിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് ഒട്ടും നല്ലതല്ല. കാരണം നമ്മുടെ ക്രോസ് ആർ സി പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മളിത് കൺവേർട്ട് ചെയ്യും. നമ്മൾ ആ കേബിളെല്ലാം ദൂരെ കളഞ്ഞിട്ട് നമ്മൾ MC8 പോലെ റോഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ട്രക്ക് ബിൽഡ് ചെയ്തെടുക്കും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ESC മോട്ടറെല്ലാം മാറി നമ്മുടെ ഒരു ഐഡിയക്കാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ആ സ്റ്റിയറിങ്ങിൻ്റെ സെറ്റപ്പും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. ട്രക്ക് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ആ ഒരു സെറ്റപ്പ് ഭയങ്കര ബാഡാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ഹിറ്റാച്ചിനെ അനക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് വെച്ചിട്ട് ജസ്റ്റ് പവർ നോക്കാമല്ലോ. ഓ ഗൈസ്, അതൊക്കെ
ഞാൻ ഫുള്ള് കൊടുത്തിട്ടില്ല. എൻ്റെ മോനെ, ഇതുണ്ടോ, ഇതിന് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അത്രയും പവറുണ്ട് ഈ ഒരു ഹൈഡ്രോളിക് മെഷീന് ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മുടെ ആ ഒരു വൈറ്റ് ഇലക്ട്രിക് എക്സ്കാവേറ്റർ കളർ മാറ്റുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു മഞ്ഞ കളർ അടിച്ചാലോ നമുക്ക്? കാരണം രണ്ടും വൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു വെറൈറ്റിക്ക് നമുക്കത് മൊത്തം പൊളിച്ച് യെല്ലോ അടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം ഗൈസ്? കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് എന്തായാലും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് MC8 കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവന്മാർ നമ്മൾ റിയൽ ഹിറ്റാച്ചി എങ്ങനെയാണോ ഈ കുത്തി തിരിഞ്ഞ് കയറുന്നത് അതുപോലെ തന്നെ കയറാൻ പറ്റുമോ, നമുക്കതിൽ കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അതിൽ അത്യാവശ്യം പവറുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണ് വാരി കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ അത്രയും ഹൈഡ്രോളിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതേന്ന് ഇറങ്ങിപ്പോകും. ഓക്കെ, ഹൈഡ്രോളിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര സ്പീഡില്ല. ഓ, ഇത് നല്ല വെയിറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ സാധനം. കണ്ടോ, അത്രയും മണ്ണൽ വാരിയിട്ടുണ്ട്. നല്ല വെയിറ്റ് എടുക്കും, അതിനുള്ള പവറൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഓ മൂട്. ഇപ്പം ഇതിട്ട് നമുക്ക് ഇടിക്കാനൊന്നും പറ്റില്ല. കണ്ടോ, മാക്സിമം ഇത്ര സ്പീഡിൽ ഇത് പോകത്തുള്ളൂ. കണ്ടോ, ഇത് പൊക്കി കണ്ടോ, ഇങ്ങനെ ഇടിക്കാനൊക്കെ ഉള്ളൊരു ഫീലാണെന്നുണ്ടെങ്കിൽ നടപടി ആവില്ല. പക്ഷേ നമ്മുടെ ഇലക്ട്രിക് വെച്ചത് ഹൈഡ്രോളിക് കണ്ടോ, ഇതുണ്ടോ, കണ്ടോ, അത്രയും സ്പീഡാണ്. അത്രയും സ്പീഡ് ഹൈഡ്രോളിക്കിനുണ്ട്. പിന്നെ അത്രയും വ്യത്യാസമുണ്ട്. 55,000 രൂപയോ 2.25 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല മണലൊക്കെ വരാനുള്ള പവറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൺട്രോൾസ് പഠിച്ചെടുത്താൽ ഞാൻ ഒരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെ. അയ്യോ ഗൈസ് കണ്ടോ, ഇതൊക്കെ പല കൺട്രോളിൽ നമ്മൾ ഞെക്കി ചെയ്യേണ്ട പരിപാടി കേട്ടോ. ഇതൊക്കെ എന്നാ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. അത്യാവശ്യം മണലിലൂടെ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.